ജാവദേക്കറെ അങ്ങോട്ട് ഇ പി ജയരാജൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഈ ടി ജി നന്ദകുമാർ എന്ന് പറയുന്ന ആളാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് ഏതാണ്ട് ഇ പി ജയരാജനും സമ്മതിക്കുന്നത്. ഈ പറയുന്ന വ്യക്തി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെതിരിൽ പല വ്യക്തികൾ, പല സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടും പല രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളും പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് ഈ പറയുന്ന രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തുള്ളൊരു സ്വാധീനം, അല്ലെങ്കിൽ ഈ നേതാക്കളുമായിട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമുള്ളൊരു സ്വാധീനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണോ? ഇപ്പോൾ സോളാർ കേസിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുന്നത് കേട്ടു. ഇപ്പോൾ അനിൽ ആൻ്റണിയുമായി ബന്ധപ്പെട്ട കുറേ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നത് കേട്ടു. നേരത്തെ അനിൽ ആൻ്റണിയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയുന്നത് കേട്ടു. ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട, മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. ഇതൊരു ഇപ്പോൾ ആദ്യമായിട്ട് അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ ചാരി ചില അവതാരങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അതുപോലൊരു എന്താ പറയുക, പല രാഷ്ട്രീയ സംവിധാനങ്ങളും പല നേതാക്കളുമായി ബന്ധപ്പെട്ടുള്ളൊരു അവതാരമായിട്ട് ആണോ ഈ ടി ജി നന്ദകുമാർ എന്നുള്ള വ്യക്തി നമ്മുടെ മുമ്പിൽ, അതോ വെറുതെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു എന്നാണോ? അല്ല, അദ്ദേഹം പറയുന്ന അവകാശവാദങ്ങളെല്ലാം മുഖവിലയ്ക്ക് എടുക്കാതിരുന്നാൽ പോലും അതൊന്നും പലതും തെളിയിക്കപ്പെടേണ്ടതുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ സംശയമില്ല, അദ്ദേഹം പറയുന്നതിന്റെ ഒരു വലിയ പങ്ക്, ഒരു വലിയ പരിധി വരെ വരുന്നത് സത്യമാണ്. ഇപ്പൊ ഇതിനകത്ത് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ഉന്നയിച്ച ആൾക്കാരെല്ലാം അതിൽ ചിലപ്പോൾ ഒരു പക്ഷെ അസത്യങ്ങളാവാം, അത് അത്രയും ശരിയാണോ എന്നുള്ളത് ആവാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇവരുമായിട്ടെല്ലാം ഒരു തരത്തിലുള്ള സൗഹൃദം സ്ഥാപിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. നമ്മൾ സംശയമില്ല. ലാൻഡിന്റെ കാര്യത്തിലും ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിലും ഇപ്പോ ജയരാജന്റെ സൗഹൃദത്തിന്റെ 30-40 തെളിവുകളെല്ലാം പുറത്തു വന്നതാണ്. പിണറായി വിജയനെതിരെ അദ്ദേഹം പറയുന്ന ആരോപണത്തിന്റെ നിലയിലേ ഇപ്പോൾ ഉള്ളൂ. അത് നമുക്കറിയില്ല അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നത്. പക്ഷെ മറ്റു 3 പേരുടെയും കാര്യത്തിൽ അങ്ങനെയല്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതിനു മുമ്പൊരിക്കൽ വി എസ് അച്യുതാനന്ദന്റെ കാലത്തും ഇതുപോലെയുള്ള ചില, ചുരുക്കത്തിൽ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഒട്ടും അഭിലഷണീയമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധങ്ങളും അല്ലെങ്കിൽ നിലപാടുകളും ഉള്ള ആളല്ല എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. അത് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രധാന പണി ഇങ്ങനെ ഇടനിലക്കാരായി സഹായം തേടുക, പലതരത്തിലുള്ള ഒട്ടും ശരിയല്ല എന്ന് സാമാന്യമായിട്ട് സമൂഹം കരുതുന്ന വഴികളിലൂടെ തന്നെ സഞ്ചരിക്കുന്ന ആളാണ്, സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ബന്ധം എന്ത് എന്നുള്ളത്, ആ ബന്ധത്തിനെ കുറിച്ച് വിശദീകരിക്കാൻ, ആ ബന്ധത്തിനെ പറ്റി സമൂഹത്തെ ബോധ്യപ്പെടുത്താനും ഉള്ള ഉത്തരവാദിത്വം ഇവർക്കെല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് കാരണം ഈ പബ്ലിക് ലൈഫ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പൊതുപ്രവർത്തനത്തിന്റെ കാര്യതയുടെ കാര്യത്തിനായാലും പൊതുപ്രവർത്തനത്തിന് നിർബന്ധമായി ഉണ്ടായിരിക്കുന്ന സദാചാരങ്ങളുടെ കാര്യത്തിലും ഒക്കെ ഒരു ജനാധിപത്യ രാജ്യത്തെ ഇതെല്ലാം വിശദീകരിക്കാനുള്ള ബാധ്യത തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട്. അതിൽ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നേതാവാകുമ്പോൾ ഇപ്പൊ ഇത് മറ്റു 3 പേരെ പറഞ്ഞ പോലെ എന്താ, ഇദ്ദേഹം ഇ പി ജയരാജൻ ഈ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ്, LDFന്റെ കൺവീനറാണ് എന്നൊക്കെ ഉള്ളത് സംഗതിയുടെ കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കുക. നമ്മളിപ്പോൾ ഈ പ്രകാശ് ജാവദേക്കറുടെ സന്ദർശനം എടുത്തു കഴിഞ്ഞാൽ ഇത് വെറുതെ അങ്ങോട്ട് സന്ദർശിക്കുക, പല നേതാക്കളെക്കുറിച്ചും ഇതുപോലുള്ള സന്ദർശന വിവാദങ്ങൾ ഉണ്ടാക്കുക, സന്ദർശനത്തിലൂടെ അവരെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്ന് തോന്നലുണ്ടാക്കുക, ഇவ்விധത്തിലൊരു സ്ട്രാറ്റജി ബി ജെ പി രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേസ് ഉദാഹരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള ആക്ഷേപം കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്. കോൺഗ്രസ്സിലെ മറ്റു പല നേതാക്കളെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. CPM നേതാക്കൾ അത് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാൻ പാകത്തിലാണ് KPCC പ്രസിഡന്റ് എന്ന് CPM നേതാക്കൾ ആരോപിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ തിരിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് S രാജേന്ദ്രൻ, മുൻ ദേവികുളം MLA, അദ്ദേഹം പ്രകാശ് ജാവദേക്കറെ ഡൽഹിയിൽ പോയി കാണുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഇ പി ജയരാജൻ്റെ വന്നു. അപ്പോൾ രണ്ട് പക്ഷവും കേരളത്തിലെ ഇടത് ഐക്യമുന്നണികൾ അവരുടെ നേതാക്കളെ ഇതാ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പരസ്പരം ആക്ഷേപിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒരു ഇല്ലാത്ത സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ അവിടെ? ഉറപ്പായിട്ടും അത് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിന്റെയും പാരമ്പര്യത്തെ കുറിച്ചൊക്കെ നമുക്ക് അഭിമാനം ഉണ്ടായിരുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് ഇങ്ങനെയുള്ള ഈ വടക്കേ ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ കണ്ട ഒരു ആയാറാം ഗയാറാം എന്ന് പറയുന്ന അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഒരു സാന്നിധ്യം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് ഇപ്പൊ ചില പറഞ്ഞ പോലെ ആദ്യകാലം മുതലുണ്ടായിരുന്നു. 1957 സർക്കാരിന് പോലും
ചാക്രികപിടുത്തത്തിന്റെ ഒക്കെ കഥകൾ ആ സമയത്തുണ്ട്. ഒരു കാരണം 5 സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി മാത്രം തന്നെ ഇടതുപക്ഷ സർക്കാരിനെ മറയ്ക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടന്നു. അതൊക്കെ പക്ഷെ വളരെ മിനിമമായിരുന്നു. നമുക്ക് താരതമ്യേന നമ്മൾ അങ്ങനെയല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, അത് കേരളത്തിന് പുറത്തുള്ള അവർ പോലും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന, ആദരിക്കുകയും ചെയ്തിരുന്ന ഒരു പാരമ്പര്യമാണ്. അപ്പൊ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ത്യ മുഴുവൻ മിക്കവാറും എല്ലാ പാർട്ടികളിൽ നിന്നും ഈ കാണുന്ന ഈ ഒരു ഒഴുക്ക് അധികാരത്തിൽ വേണ്ടി മാത്രം, യാതൊരു മൂല്യങ്ങളുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക്, ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കേണ്ട ഒരു വ്യവസ്ഥയാണ് ജനാധിപത്യത്തിൽ. കാരണം അവർക്ക് നിലപാടുകൾ ബോധ്യപ്പെട്ടതാണ്. പക്ഷെ ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം, ഇത് അധികാരത്തിന്റെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അധികാരത്തിന്റെ സഹായം തേടാൻ വേണ്ടി മാത്രമാണ് ഇവരൊക്കെ ചെയ്യുന്നതെന്നറിയാം. അപ്പൊ അത് കേരളത്തിലേക്കും കടന്നു വന്നിരിക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പോലും അതിന് ചൂട്ടുപിടിക്കുകയോ അതിന് വിധേയരാവുകയോ അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയം തന്നെ വീണ്ടും ഈ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പോലെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെ രാഷ്ട്രീയത്തിന്റെ പോലെയുള്ള വലിയമാസമായിട്ടുള്ള ഒരു ഇരുണ്ട വഴിയിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്നുള്ളതാണ് മലയാളി എന്ന നിലയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തേണ്ടത് എന്നാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ BJPക്ക് ഒരു സ്പേസ്, അതായത് പല രാഷ്ട്രീയ നേതാക്കളും ഇങ്ങോട്ട് വരാൻ സന്നദ്ധരായി നിൽക്കുന്നവരാണ് എന്നുള്ളൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യാൻ, ആ തോന്നലിനെ സാധൂകരിക്കുന്ന വിധത്തിൽ നമ്മളുടെ ഈ പറയുന്ന 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ സംസാരിക്കുന്ന ഒരു അന്തരീക്ഷം അത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതിപ്പോ ഇതില്ലെങ്കിൽ തന്നെ BJP ഈ നമ്മുടെ ഈ ഒരു ഇരുത്തുവ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഏതാണ്ട് അവസാന നാളുകളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് നമ്മൾ പല കാരണങ്ങളാലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിലുണ്ടായിരിക്കുന്ന ഒരു മാറ്റമുണ്ട്. അപ്പോൾ ഈ സമൂഹത്തിലുണ്ടായിരിക്കുന്ന ഈ മാറ്റത്തിന്റെ ഒരു സിംറ്റമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രകടന രൂപമാണ് പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു BJP രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ, വർഗീയ രാഷ്ട്രീയത്തിന്റെ, അമിതാധികാര രാഷ്ട്രീയത്തിന്റെ ഒക്കെ വഴിയിലേക്ക് നമ്മൾ വന്നു തുടങ്ങുന്നു എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായ തെളിവാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും അതിനൊരു മടിയില്ലാതെ ഈ ഒരു ലെവലിലേക്ക് പോകുന്നത് എന്നുള്ള സംശയമില്ല. അപ്പോൾ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്പേസ് ഉണ്ടായി വരുന്നതിന് ഒരു സഹായം, ഒരു പ്രധാനപ്പെട്ട ഒരു കൈ സഹായം കൂടിയാണ് ഇവരെല്ലാം ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. പിന്നെ ഇതൊരു അനിവാര്യമായ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണ് എന്ന് പോലും തോന്നുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും ചെറുത്തുനിൽപ്പ് നടത്താൻ ഏറ്റവും ബാധ്യതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം, അവിടെയാണ് ഈ ഒരു വലിയ മാറ്റവും ഈ അപകടകരമായിട്ടുള്ള മാറ്റത്തിന്റെ മണി മുഴങ്ങുന്നത് എന്നുള്ളത് ഒരുപക്ഷെ കാലത്തിന്റെ ചുവരെഴുത്താവാം. അതാണ് കാണുന്നത്, സംശയം.